വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സ്കിൽ ഫ്ലൈ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. ഒരുപാട് പേര് വിചാരിച്ചിട്ട് രണ്ടും സെയിം ആണെന്നുള്ളതാണ്. സോ അതിന്റെ ഒരു ജസ്റ്റ് ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് തരാന്നുള്ളതാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ബ്രാൻഡിങ്, അതായത് ഞാൻ ബ്രീഫ്ലി ഫസ്റ്റ് നിങ്ങൾക്ക് ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങും ഒന്ന് ബ്രീഫായിട്ട് തരാം. അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാവും ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത്. ബ്രാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ബിസിനസിന്റെ ഫിഗർ കാണിക്കുക, അതായത് ആരാണ് ആ ബിസിനസിന്റെ ഫേസ്, ആ ഒരു പേഴ്സണെ കാണിക്കാം, ആ പേഴ്സണാലിറ്റി, അയാളുടെ വാല്യൂ കാണിക്കാം, അയാൾ എന്തൊക്കെയാണ്, അയാളെ മൊത്തം ഡീറ്റെയിൽസ് കാണിച്ചിട്ട് ഒരു ലോങ് ടേം പർപ്പസിലേക്ക് ഒരു ബ്രാൻഡിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ബ്രാൻഡിങ് എന്ന് വെച്ചാൽ. അതിൽ ലോഗോ ഒരു മാറ്റർ ആയിരിക്കാം, അതിലുള്ള ആള് മാറ്റർ ആയിരിക്കാം, അയാൾ സംസാരിക്കുന്ന ആയിക്കോട്ടെ, അയാളെ വാല്യൂസ് ആയിക്കോട്ടെ, അയാൾ ഓഡിയൻസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻ ദ കേസ് ഓഫ് ബ്രാൻഡിങ്. ബ്രാൻഡിങ് ഒരു എന്തല്ല, ഒരു ഡയറക്റ്റ് സെയിൽസ് പിച്ചോ അല്ലെങ്കിൽ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ സെയിൽ ആവണമെന്നോ ഒരു കൺവേർഷനിലേക്കുള്ള ഫോക്കസ് പരിപാടിയല്ല. മറിച്ച് ബ്രാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടേം പർപ്പസിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു നമ്മുടെ സ്വപ്നത്തിൻ്റെ ഒക്കെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന, നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ നമ്മൾ ഓഡിയൻസിനെ വാല്യൂസ് കൊടുത്തിട്ട് നമ്മളെ ബ്രാൻഡിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് ബേസിക്കലി ബ്രാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇൻ ദ കേസ് ഓഫ് മാർക്കറ്റിംഗ് കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് ബേസിക്കലി ഒരു ലിമിറ്റഡ് സമയത്തേക്ക് ഒരു ഷോർട്ട് ടേം ഗോൾസിനെ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാമ്പയിൻസിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു സെയിൽസ് കൺവേർഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പരിപാടിയാണ് മാർക്കറ്റിംഗ്. നമുക്ക് തന്നെ ഒരുപാട് മാർക്കറ്റിംഗ് പ്ലാൻസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാവും. അത് ഇപ്പോൾ ഓണം റിലേറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്യാമ്പയിൻസ് ഒരുപാട് പേര് വലിയ വലിയ കമ്പനീസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ആ ഒരു ലിമിറ്റഡ് സമയത്തേക്ക് മാർക്കറ്റിംഗ് പുതിയൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ഒരു ക്യാമ്പയിൻ റൺ ചെയ്ത് പെട്ടെന്ന് തന്നെ സെയിൽസ് കൺവേർഷനിലേക്ക് കൊണ്ടുപോവുക. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ബ്രാൻഡിങ് അങ്ങനെയല്ല, അതൊരു ലോങ് ടേം പർപ്പസാണ്. നമ്മൾ ഒരുപാട് വാല്യൂസ് കൊടുത്ത് നമ്മൾ ആൾക്കാർ അറിഞ്ഞ്, നമ്മൾ ഇമ്പോർട്ടൻസ് അറിഞ്ഞ് അവർക്ക് നമ്മളെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം. മെയിൻ ഫാക്ടർ ബ്രാൻഡിങ്ങിലുള്ളതാണ് ട്രസ്റ്റ് എന്നുള്ള. ആ ട്രസ്റ്റ് ഫാക്ടർ ബിൽഡ് ചെയ്യുമ്പോഴാണ് ഒരു ബ്രാൻഡ് നമുക്ക് നല്ല രീതിയിൽ ലിവറേജ് തരാനും അത് ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ സെയിൽസും നമ്മളെ ബിസിനസ്സിനെ ഗ്രോത്ത് ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. ഇൻ ദ കേസ് മാർക്കറ്റിംഗ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലിമിറ്റഡ് സമയത്തേക്കായിട്ട് നമ്മൾ ഒരു ലിമിറ്റഡ് സർവീസിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കും, ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ് എന്ത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇനീഷ്യലി ഒരു ക്ലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ഒരു ലോങ് ടേം ആണ്, മാർക്കറ്റിംഗ് ഒരു ഷോർട്ട് ടേം ഗോൾസോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻസോ ആയിരിക്കും. ബ്രാൻഡിങ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഇനീഷ്യലി പെട്ടെന്നുള്ള ഒരു കൺവേർഷൻസോ സെയിൽസോ അല്ല ഫോക്കസ് ചെയ്യുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാർക്കറ്റിംഗ് നമ്മളൊരു പെട്ടെന്നുള്ള ഒരു കൺവേർഷൻ അല്ലെങ്കിൽ അറ്റ്ലാസ്റ്റ് ആ ക്യാമ്പയിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മളൊരു സെയിൽസിലേക്കായിരിക്കും നമ്മൾ എന്താക്കുക, അത് പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഏതൊരു കമ്പനീസിനും ഈ രണ്ട് കാര്യം വേണം, ബ്രാൻഡിങ്ങും വേണം, മാർക്കറ്റിങ്ങും വേണം. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ആയ സമയത്ത് തന്നെ നമ്മൾ നമ്മളെ ഫേസും നമ്മളെ പേഴ്സണാലിറ്റിയും നമ്മളെ വാല്യൂസും ഒക്കെ കൊടുത്ത് ഓഡിയൻസിനെ നല്ല രീതിയിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ സീസൺ അനുസരിച്ചും അവർക്ക് സെയിൽസിന് ഫോക്കസ് ചെയ്തിട്ടൊക്കെ ഓരോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഇറക്കിയിട്ട് അത് കൊണ്ടുപോകാൻ, ഇത് രണ്ടും നമുക്ക് പാരലലി കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരിക്കലും ബ്രാൻഡിങ്ങിൽ നിന്ന് പെട്ടെന്നുള്ള ഒരു റിസൾട്ട് എന്താക്കരുത്, പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. സോ ഇതിലൂടെ നിങ്ങൾക്ക് ബ്രാൻഡിങ് മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചോളൂ, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.